നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 30-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ് ഇന്നത്തെ ഉദയനക്ഷത്രമായി വന്നിരിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് പ്രപഞ്ചനാഥനായ സൂര്യഭഗവാന്റെ ദിവസമാണ്. അതിലുപരി ഇന്ന് അവധി ദിവസമാണ്. എപ്പോഴും നമുക്ക് മറ്റ് ദിവസങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവധി ദിവസത്തിനാണ്. എന്തെന്നാൽ കാരണം കുടുംബസമേതം നമുക്ക് ഒരാഴ്ചത്തെ ഭാരം മൊത്തം ഇറക്കി വെക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച. ഈ അവധി ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് നിന്ന് നമ്മൾ സന്തോഷത്തോടെ നിന്ന് അടുത്തൊരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എനർജി സേവ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് തിങ്കളാഴ്ച തൊട്ട് രാവിലെ കഴിച്ച് ഓട്ടം തുടങ്ങുകയാണ് ജീവിതയാത്ര. അതിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ച. അപ്പോൾ ഈ ദിവസം നമുക്ക് സമാധാനം വീട്ടിനകത്ത് കിട്ടിയില്ലെങ്കിൽ, അത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും മക്കൾക്കായാലും സമാധാനം ലഭിച്ചില്ലെങ്കിൽ ആ ഒരാഴ്ചയും പിന്നെ പോക്കാണ്. അതുകൊണ്ട് നല്ലൊരു ദിവസം ഇന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഉത്രട്ടാതി നക്ഷത്രം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് മാക്സിമം കാര്യങ്ങൾ വളരെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി സൗമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് 1201 വൃശ്ചിക മാസം 14-ാം തീയതിയാണ്. അതായത് വൃശ്ചിക മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ വാർഷിക ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഉത്രട്ടാതി നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ വന്നിട്ടുള്ളവർക്ക് എന്തായാലും കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. കുറച്ച് പ്രശസ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് അംഗീകാരം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രശസ്തി എന്ന് പറയുമ്പോൾ പ്രശസ്തരായിട്ടുള്ളവർക്ക് കിട്ടുന്നതാണ് പ്രശസ്തി. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് നമ്മളെ ഈ ഒരു വർഷക്കാലത്തെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആവട്ടെ, ആ പ്രവൃത്തിയിൽ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സന്തോഷപ്രദമായ അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രവൃത്തിയിലും ഇറങ്ങണം. നമുക്ക് അംഗീകാരം കിട്ടുമെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതല്ലേ നല്ലത്. നമുക്ക് അംഗീകാരം കിട്ടാത്ത സമയത്ത് ഒതുങ്ങിയിരിക്കുകയും അംഗീകാരം കിട്ടുന്ന സമയത്ത് നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിന് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടം വരും, ജോലിയിൽ പുരോഗതി ഉണ്ടാവും, അതുപോലെ ഇൻക്രിമെൻറ്റോ പ്രമോഷനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലിയോ ഒക്കെ കിട്ടാൻ ഇടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിലേക്കായി സൂര്യഭഗവാനെ ഒരു വർഷവും പ്രാർത്ഥിക്കണം. രാവിലെ എഴുച്ച് ലോകത്തെവിടെ പോയാലും പ്രപഞ്ചനാഥനായ സൂര്യനുണ്ട്. അപ്പോൾ സൂര്യനെ ആരാധിക്കണം. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നല്ലതെന്ന് പറഞ്ഞു. ശരിക്കും ഞായറാഴ്ച ദിവസമാണ് പല ഔട്ടിങ്ങിനൊക്കെ കുടുംബസമേതം പുറത്തു പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ രാവുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിക്ക് 4:30 മണി മുതൽ 6 മണി വരെയാണ് രാവുകാല സമയം എന്നാണ്. ശരിക്കും കലണ്ടറിൽ രേഖപ്പെടുത്തിക്കുന്ന സമയം ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നത്. കാരണം 4:31 തൊട്ട് രാവുകാലം തുടങ്ങും. അപ്പോൾ 6 മണി വരെ എന്നുള്ളത് 5:57 ആകുമ്പോൾ തന്നെ രാവുകാലം തീരും. അപ്പോൾ രാവുകാല സമയം ശരിക്ക് 1.5 മണിക്കൂറാണെങ്കിൽ ഇന്ന് 1.5 മണിക്കൂർ തികച്ചില്ല. ഒരു 2 മിനിറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത്
നമുക്ക് ശരിക്കും രാഹുകാല സമയം കലണ്ടർ നോക്കി യാത്ര ചെയ്താലും ഇന്നത്തെ ദിവസം കുഴപ്പമില്ലെന്നാണ്. അപ്പോൾ രാഹുകാലം നമ്മൾ നോക്കി, അല്ലെങ്കിൽ രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്, നെഗറ്റീവ് എനർജി ഉള്ള ദിവസമാണ്, സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ പാമ്പെഴയും പോലെ കാര്യങ്ങൾ ചുറ്റിക്കും. അതുപോലെ തന്നെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. രാഹുകാല യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതിലിന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 3 മണി 5 മിനിറ്റ് തൊട്ട് 4 മണി 31 മിനിറ്റ് വരെ ഗുളികൻ്റെ കാലവും 12:13 തൊട്ട് 1:39 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് മുഹൂർത്തമൊക്കെ മറ്റു കാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ദിവസമാണ്. എന്നാലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:49 തൊട്ട് 12 മണി 37 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഓരോ ദിവസം ആ ഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന ദിവസമാണ്, ആ ഗ്രഹത്തിന് ആധിക്യമുള്ള ദിവസമാണ്. അങ്ങനെ 7 ദിവസവും 7 ഗ്രഹങ്ങൾ ജ്യോതിഷശാസ്ത്രത്തിലുള്ളൂ. 2 ഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങൾ എന്ന് പറയുന്ന 2 ഗ്രഹങ്ങൾ രാഹുകേതുക്കൾക്ക് സ്വന്തമായി സ്ഥാനമില്ല, സ്വന്തമായി വീടില്ല. അതുകൊണ്ട് രാഹുകേതുക്കൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അതാണ് രാഹുകാല സമയമായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവുമായിട്ട് കുറേശ്ശെ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ മറ്റ് ഗ്രഹങ്ങൾക്ക് ഓരോ ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ദിവസം ആ ഗ്രഹത്തിൻ്റെ പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ കളറ്, ഇപ്പോൾ സൂര്യഭഗവാന്റെ കളറായ, സൂര്യൻ്റെ എല്ലാ കളറും സൂര്യൻ്റെ കളറ് തന്നെയാണ്, എങ്കിൽ പോലും അതിന് പ്രാധാന്യമുള്ള കളറായ റോസ് കളറ്, ചുടുകലിൻ്റെ കളറ്, താമരപ്പൂവിൻ്റെ കളറ്, റെഡ് മിക്സ് ആയിട്ടുള്ള കളറ്, ഇങ്ങനത്തെ കളറിലുള്ള വസ്ത്രം നമ്മളിലേക്ക് വസ്ത്രധാരണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ എനർജി, ആ കളറ് ഈ കളറുമായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി കൂടും. അപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.